ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. പഴയ നിയമത്തിലെ ഇശായി തൻ്റെ 7 മക്കളെയും പരിചയപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്: ഇവനാണ് അഭിഷിക്തൻ, ഇവനെയാണ് ദൈവം കണ്ടിരിക്കുന്നത് എന്ന് തൻ്റെ മക്കളെക്കുറിച്ചുള്ള ആഗ്രഹം ആ പിതാവ് വെളിപ്പെടുത്തുന്നു. എന്നാൽ അവിടെയൊന്നും തൻ്റെ 8ാമത്തെ പുത്രനായ ദാവീദിൻ്റെ പേര് വരുന്നില്ല. ദാവീദിനെ റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ല. നമ്മുടെ ജീവിതം അങ്ങനെയാകാം. ജോലിയുടെ, വിവാഹത്തിൻ്റെ, സാമ്പത്തിക മേഖലയുടെ, ആരോഗ്യത്തിൻ്റെ, ഭവനത്തിൻ്റെ വിഷയങ്ങളിൽ ആരും റെക്കമെൻഡ് ചെയ്യാനോ അന്വേഷിക്കാനോ ഉണ്ടായില്ലെന്ന് വരാം. ഇങ്ങനെ ഒരു പരാതി നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതാ ദൈവത്തിൻ്റെ കരം നിന്നിൽ വെളിപ്പെടാൻ പോകുന്നു. ഇശായി തൻ്റെ 7 മക്കളെയും നിരത്തി നിർത്തി അവരുടെ ഗുണഗണങ്ങൾ വർണ്ണിക്കുമ്പോൾ ദൈവമനുഷ്യനായ ദാവീദ് ആടുകളെ മേയിക്കുവാൻ കാട്ടിൽ പോയിരിക്കുകയാണ്. അവനെക്കുറിച്ച് ഒരു നല്ല വാക്കു പറയാൻ ആരുമില്ല. അവനെ പിതാവ് അവഗണിക്കുകയാണ്. ഇശായി തൻ്റെ 7 മക്കളെയും ശമൂവേൽ പ്രവാചകന്റെ മുൻപിൽ നിരത്തി. എന്നാൽ 7 പേരെയും ദൈവം തിരഞ്ഞെടുത്തിട്ടില്ല എന്നാണ് പ്രവാചകൻ പറയുന്നത്. ഈ സമയം ദൈവത്തിൻ്റെ ആത്മാവ് ശമൂവേൽ പ്രവാചകനെ കൊണ്ട് ചോദിപ്പിക്കുന്നു: നിന്റെ പുത്രന്മാരിൽ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ടോ? ഇശായി സാധാരണ മട്ടിൽ പറഞ്ഞു: ഇനി ഒരുത്തനും കൂടെയുണ്ട്, അവൻ ആടുകളെ മേയിക്കാൻ പോയിരിക്കുന്നു. അവൻ കഴിവില്ലാത്ത കൊച്ചു പയ്യനാണ്. എന്നാൽ ശമൂവേൽ പ്രവാചകൻ പറയുന്നു: അവനെ ആളയച്ച് കൊണ്ടുവരിക. അവൻ വന്നിട്ടല്ലാതെ ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കയില്ല. ആര് തള്ളിയാലും അവഗണിച്ചാലും, ആര് കരുതിയില്ലെങ്കിലും, ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്റെ കുടുംബത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്റെ തലമുറകളെ കണ്ടിട്ടുണ്ടെങ്കിൽ, സ്വർഗത്തിലെ ദൈവം നിന്നെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുക തന്നെ ചെയ്യും. 2 കൊരിന്ത്യർ 12:10. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.